ഷിബു മീരാൻ ഒരു സെക്കൻഡ്. സുപ്രീം കോടതിക്ക് മുന്നിൽ താങ്കളുടെ പാർട്ടി അടക്കം ഏറ്റവും ശക്തിയുക്തം എതിർത്ത് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തർക്ക വിഷയത്തിലാണ് കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരിയിൽ തീരുമാനമെടുക്കാതെ ബാക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? അതിൽ നിങ്ങളുടെ നിയമയുദ്ധത്തിന് അടക്കമുള്ള ബഹുമാനമാണ് ആ നടപടി. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സർക്കാർ വന്നല്ലോ. നിങ്ങളുടെ സർക്കാർ വന്നപ്പോൾ എങ്ങനെയാണ് 3 പേർ ഒറ്റത്തോണിയിൽ കയറിയത്? അല്ലല്ലോ, ഒരു സെക്കൻഡ്. എങ്ങനെയാണ് ഈ അഡീഷണൽ സോളിസിറ്റർ ജനറലും അതുപോലെ തന്നെ ഈ ഷോൺ ജോർജും അതുപോലെ ഈ സർക്കാരിന്റെ AGയും ഒക്കെ ചങ്ങായിമാരായി മാറിയത് എങ്ങനെയാണ്? ഈ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചില്ലേ AGയോട്? ആ ചോദ്യം എന്താ? നിങ്ങൾ ഹർജിക്കാരനെ പിന്തുണയ്ക്കുകയാണോ എന്ന്. എന്തായിരുന്നു മറുപടി? പിന്തുണയ്ക്കുന്നു എന്ന്. അതിനൊരു പ്രൊവിഷൻ സ്റ്റേ ചെയ്തില്ലേ? അതിനുശേഷം കേസ് പോയി, ഇപ്പൊ കേസ് പെൻഡിംഗ് അല്ലേ? ആ കേസ് പെൻഡിംഗ് ആണെന്നുള്ള വിവരം എക്സ്പ്ലെയിൻ എഴുതാൻ എന്താ ഈ വക്കീലിന് മടി? പഴമായിരുന്നു ഈ പറയുന്ന അഭിഭാഷകന് ഹൈക്കോടതി പറയാൻ. ഈ 4 ഹർജികൾ എന്തായിരുന്നു? ഒരു എക്സ്പ്ലെയിനർ കൊടുത്താൽ മതി. എന്താ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയിട്ടുണ്ടെന്നും ഇത് സബ്ജക്ട് ടു ദി ഔട്ട്കം ഓഫ് ദി സുപ്രീം കോടതി വെർഡിക്റ്റ് ആണെന്നും പറയാൻ എന്താ മടി? അതാണ് CPM പറയുന്നത് പോലെ നീങ്ങണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് പറയുന്ന പോലെ നിങ്ങളുടെ ബാധ്യതയുണ്ട് UDF സർക്കാരിന്. ഇവിടുത്തെ മൈനോറിറ്റിയുടെ റൈറ്റ് അനുസരിച്ച് നിങ്ങളുടെ ബാധ്യതയുണ്ട് മൈനോറിറ്റിയുടെ വോട്ട് വാങ്ങി വന്ന UDFന്. മൈനോറിറ്റിയെ ഇതാണ് പറഞ്ഞത്. ഇത് തെറ്റായ രൂപത്തിലാണ് ഇത് കാണുന്നത്. മൈനോറിറ്റിയെ ബാധിക്കുന്ന രൂപത്തിൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് സർക്കാർ BJPയുടെ കേന്ദ്ര നിയമത്തിന്റെ അടിയിൽ ഒപ്പുവെച്ചിരിക്കുക. കേന്ദ്ര നിയമത്തിന്റെ അടിയിൽ ഒപ്പുവെക്കാതിരിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. PM ശ്രീ നടപ്പാക്കും എന്താ പറഞ്ഞത്? PM ശ്രീയുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? നമ്മൾ വിമർശിച്ചില്ലേ? ശരിയാണോ? നമ്മൾ വിമർശിച്ചു എന്ന് വെച്ചാൽ അതല്ലാതെ വഴിയില്ലാത്തൊരു സാഹചര്യം ഫണ്ട് കിട്ടാത്ത സാഹചര്യം പോലെ തന്നെ പറയണം. പക്ഷെ എന്തായിരുന്നു മന്ത്രി പറഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊന്നല്ല മന്ത്രി പറഞ്ഞത്. ഏത് മന്ത്രി മന്ത്രി എന്താ പറഞ്ഞത്? ഈ 2025 സംസ്ഥാന കക്ഷി അറിഞ്ഞിട്ടില്ല അത്രേ. 2025 മെറിറ്റില്ല, ഡിസ്മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ചീഫ് ജസ്റ്റിസ് അഡ്വക്കേറ്റ് ജനറലോട് ചോദിച്ചു, ഈ ഷോൺ ജോർജിന്റെ വാദത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പൂർണ്ണമായി നിങ്ങളോടൊപ്പമാണെന്നാ പറഞ്ഞേ. അതായത് കോൺഗ്രസും ലീഗും BJPക്കൊപ്പമാണ് എന്ന്. നിങ്ങൾ ഒറ്റക്കെട്ടാണെന്നാ പറഞ്ഞത്. ഈ കൗണ്ടർ അഫിഡവിറ്റിൽ ഒരു വാചകം പറഞ്ഞു, നേരെ തിരിച്ചൊറ്റക്കെട്ട